ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അതായത് ചാപ്റ്റർ 5 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ നമ്മുടെ തിയറി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് ആവറേജ്, ടൈപ്സ് ഓഫ് ആവറേജ്, അരിത്തമെറ്റിക് മീൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലെ പ്രോബ്ലംസ് ആണ് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസ് എന്താണ്, ഡിസ്ക്രീറ്റ് സീരീസ് എന്താണ്, കണ്ടിന്യൂ സീരീസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഓക്കെ, മേ ബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുമ്പോൾ അവിടെ ഓൺലി എക്സ് വാല്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എത്ര മാർക്കാണ് ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലാതെ കുട്ടികളുടെ എണ്ണം പറയില്ല. അതായത് 5 മാർക്ക് കിട്ടിയ കുട്ടികളുടെ, 2 മാർക്ക് കിട്ടിയ കുട്ടികളുടെ, 4 മാർക്ക് കിട്ടിയ കുട്ടികളുടെ, 3 മാർക്ക് കിട്ടിയ കുട്ടികളുടെ, 8 മാർക്ക് കിട്ടിയ കുട്ടികളുടെ, ഓൺലി എക്സ് വാല്യൂസ്. ഈ മാർക്കാണ് അല്ലെങ്കിൽ അവിടുത്തെ വാല്യൂ ആണ് അവിടെ എന്തെന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ എന്താ, എണ്ണം, എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് എന്ത് പറഞ്ഞിട്ടില്ല, ഇവിടെ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിൽ 5 മാർക്ക് കിട്ടിയ കുട്ടി 10 എണ്ണം, 2 മാർക്ക് കിട്ടിയ കുട്ടി 15 എണ്ണം, 4 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, 8 മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടാകും, ഫ്രീക്വൻസി കുട്ടികളുടെ എണ്ണവും എന്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ, മാർക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മാർക്കുകൾ എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നും കൂടെ ഡിസ്ക്രീറ്റ് സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കണ്ടിന്യൂ സീരീസ്. സീരീസ് എന്ന് പറയുമ്പോൾ 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 5 കുട്ടികൾ, 20 മുതൽ 30 വരെ മാർക്ക് കിട്ടിയ 2 കുട്ടികൾ, 30 മുതൽ 40 വരെ മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഒരു കൃത്യമായിട്ടൊരെണ്ണം എന്ത് ചെയ്യുന്നില്ല, അവിടെ പറയുന്നില്ല. ഓക്കെ, 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുന്നത് 5 ആൾക്കാരാണ്. 20 വരെ 30 വരെ മാർക്ക് കിട്ടിയ കുട്ടികൾ എന്ന് പറയുന്നത് 2 കുട്ടികളാണ്. 30 മുതൽ 40 വരെ മാർക്ക് കിട്ടിയാൽ 4 പേരാണ്. ഇനി 40 മുതൽ 50 വരെ ഉണ്ടായിരിക്കും, 50 മുതൽ 60 വരെ ഉണ്ടായിരിക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കും. അതാണ് എന്ത് പറയുന്നത്, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത്. കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ്ഡ് ഡാറ്റ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ബേസിലാണ് ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ആദ്യം മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂ സീരീസ്, ആ 3 രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ 3 ഇക്വേഷൻസാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി തന്നെ വെക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് എടുക്കാം. ആദ്യം ഇൻഡിവിജ്വൽ സീരീസിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും എവിടേക്കാണ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്നതാണ് സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് ബൈ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എഴുതുക. സിഗ്മ എഫ് എക്സ് ബൈ എന്ന് പറയുമ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എഴുതുക. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ. ഇത് ഇൻഡിവിജ്വൽ സീരീസിൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ അസ്യൂംഡ് മീൻ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് നെക്സ്റ്റ് പറയുന്നതാണ് എ പ്ലസ് സിഗ്മ എഫ് ഡി ബൈ എൻ. ഇതും അതുപോലെ തന്നെ കണ്ടിന്യൂ സീരീസിൽ ക്വസ്റ്റ്യൻ വന്നാലാണ് ഇത് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതാക്കാം കേട്ടോ. ഈ 4 ഒന്ന് തീരുമാനമാവട്ടെ, എന്നിട്ട് നമുക്ക് മറ്റേ നോക്കാം. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. 2, 3, 6, 8, 10, 13. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എന്ത് മനസ്സിലായി, ഇൻഡിവിജ്വൽ സീരീസ് ആണെന്ന് മനസ്സിലായി. കാരണം എന്താ, ഇവിടെ എക്സ് വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നാൽ എന്താ ഇക്വേഷൻ, സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ അത് നമുക്ക് സിഗ്മ എക്സ് കാണാം. സിഗ്മ എക്സ് കാണാമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതെല്ലതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. ആ എമൗണ്ട് ആണ് എന്ത് പറയുന്നത്, സിഗ്മ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമൗണ്ട് എല്ലതും കൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് എത്ര പറയുന്നത്, 32 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ എക്സ് 32 കിട്ടി. ഇനി എൻ എന്ന് പറയുമ്പോൾ ഇത് എത്ര ഉണ്ട്, 1, 2, 3, 4, 5, 6. 6 ഇതുള്ളത്. അപ്പോൾ n ഈക്വൽ ടു 6, 32 ഡിവൈഡ് ബൈ 6 ഈക്വൽ ടു 5.3, 5.3. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തേ, അപ്പോൾ അത് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടി. അരിത്തമെറ്റിക് മീൻ ഇൻഡിവിജ്വൽ സീരീസിലാണ് ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷൻ എടുത്ത് എഴുതി. ക്വസ്റ്റ്യൻ മനസ്സിലായി, ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ഇക്വേഷൻ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ എടുത്ത് എഴുതുക. ഇക്വേഷൻ എടുത്ത് എഴുതിയതിന് ശേഷം ഇക്വേഷനിൽ ഓരോ നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ സിഗ്മ എക്സ് കണ്ടുപിടിച്ചു. സിഗ്മ എക്സ് എങ്ങനെ കണ്ടുപിടിച്ചത്, എല്ലതും കൂടെ അങ്ങ് കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2, 3. അത് അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 32 കിട്ടി. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 6 ഇൻഡിവിജ്വൽ സീരീസിൽ n കാണാൻ പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് നോക്കുക. ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രം, ബാക്കി അങ്ങോട്ട് ഈ n എടുക്കരുത് കേട്ടോ. എക്സിൻ്റെ എണ്ണമല്ല n ആയിട്ട് എടുക്കേണ്ടത്. ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രമാണ് എക്സിൻ്റെ എത്ര എണ്ണമാണുള്ളത് അത് n ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 5.3 കിട്ടി.
ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. ഇതുപോലെ വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻഡിവിജ്വൽ സീരീസ് തന്നെ 10, 5, 15, 8, 12. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുക, സിഗ്മ എക്സ് ബൈ എൻ ആണ് നമുക്ക് ഇക്വേഷൻ നമുക്ക് മനസ്സിലായി. കാരണം ഇത് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇങ്ങനെ ഇൻഡിവിജ്വൽ സീരീസ് തന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ, ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സിഗ്മ എക്സ് കാണുക. സിഗ്മ എക്സ് കാണുക എന്ന് പറയുമ്പോൾ 10 + 5 + 15 + 8 + 12. അപ്പോൾ നമുക്ക് 50 കിട്ടി. ഇത് എത്ര എണ്ണം ഉള്ളത്, 5 എണ്ണം ഉള്ളത്. അപ്പോൾ 50 / 5 = 10. ഇതാണ് ഇതിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ എടുക്കേണ്ടത് ഇത് എക്സ് വാല്യൂസ് എത്ര എണ്ണം ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ എടുക്കുക, ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രം. അല്ലാണ്ട് ഡിസ്ക്രീറ്റ് സീരീസിലോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിലൊന്നും ഈ എക്സ് വാല്യൂസിൻ്റെ അല്ല അവിടെ ആയിട്ട് എടുക്കൽ. അതൊക്കെ ഫ്രീക്വൻസിയാണ്. അത് ഞാൻ നെക്സ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഡിവിജ്വൽ ഇത് മാത്രം, ഈ എന്നിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. നമ്മൾ എടുക്കൽ എങ്ങനെയാണ്, എക്സ് വാല്യൂസ് എത്ര ഉണ്ട് നോക്കുക, അതാണ് ആയിട്ട് ഇൻഡിവിജ്വൽ സീരീസിൽ എടുക്കൽ. സിഗ്മ എക്സ് കാണൽ എങ്ങനെയാണ്, ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്തിട്ട് എത്ര ഉണ്ട് അതായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിലൊരു പ്രോബ്ലം നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിലൊരു ക്വസ്റ്റ്യൻ ആണത്. ഗിവൺ ദി ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫസ്റ്റ് ഇയേഴ്സ് സ്റ്റുഡൻറ്റ് ഓഫ് എ പെർട്ടിക്കുലർ കോളേജ്, ഫൈനൽ ഫൈൻഡ് മീൻ ഏജ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്തും തന്നിട്ടുണ്ട്, ഒരു കോളേജിലെ കുട്ടികളുടെ ഏജും തന്നിട്ടുണ്ട്. ആ ഏജ് എത്ര പിള്ളേർക്ക് ഉണ്ട് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതായത് 13 വയസ്സുള്ള 2 പിള്ളേർ, 14 വയസ്സുള്ള 5 പിള്ളേർ, 15 വയസ്സുള്ള 13 പിള്ളേർ, 16 വയസ്സുള്ള 7 പിള്ളേർ, 17 വയസ്സുള്ള 3 പിള്ളേർ. ഓക്കെ, നമുക്ക് എന്ത് തന്നിട്ട് ഇത് ഓരോന്നും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയുടെ എണ്ണം തന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതെന്ത് മനസ്സിലായി, ഇത് ഒരു അരിത്തമെറ്റിക് മീൻ കാണാനുള്ളതാണ്. ഫൈൻഡ് മീൻ ഏജ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇതെന്താണ്, ഒരു അരിത്തമെറ്റിക് മീൻ കാണാനുള്ളതാണ്. ഇത് എന്ത് ക്വസ്റ്റ്യനാണ്, ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു ക്വസ്റ്റ്യനാണ്. അത് നമുക്ക് മനസ്സിലായി. ഓക്കെ, കാരണം എന്താ, ഇവിടെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സോ ഇതെന്താണ്, ഒരു ഡിസ്ക്രീറ്റ് സീരീസിലെ ക്വസ്റ്റ്യനാണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, എക്സ് ബാർ = സിഗ്മ എഫ് എക്സ് ബൈ എൻ. ഞാൻ നേരത്തെ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് മീൻ കാണുക, എക്സ് ബാർ = സിഗ്മ എഫ് എക്സ് ബൈ എൻ. അപ്പോൾ നമുക്കിവിടെ എക്സും തന്നിട്ടുണ്ട്, എഫും തന്നിട്ടുണ്ട്. ഈ ഏജ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ എക്സ് ആണ് കേട്ടോ, എഫ് ഫ്രീക്വൻസിയുടെ എണ്ണമാണ്. അത് എക്സ് എന്ന് പറയുമ്പോൾ 13 വയസ്സ്, 13 ഇവിടെ എന്ത് പറയുന്നത്, എക്സ് വയസ്സാണ് ഇവിടെ എക്സ് ആയിട്ട് തന്നിട്ടുള്ളത്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ 13 വയസ്സുള്ള 2 പിള്ളേർ, 14 വയസ്സുള്ള 5 പിള്ളേർ, 15 വയസ്സുള്ള 13 പിള്ളേർ, 16 വയസ്സുള്ള 7, അങ്ങനെ അതാണത്. അപ്പോൾ നമുക്കിവിടെ കാണേണ്ടത് എഫ് എക്സ് ആണ്. എഫ് എക്സ് എന്ന് പറയുമ്പോൾ എഫ് ഇൻറ്റു എക്സ്. ഈ 2നെ 13 കൊണ്ട്, 5നെ 14 കൊണ്ട്, 13നെ 15 കൊണ്ട്, 16നെ 7 കൊണ്ട്, 17നെ 3 കൊണ്ട്, അങ്ങനെ നമ്മൾ ചെയ്യണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 13 × 2 26, 14 × 5 70, 15 × 13 195, 16 × 7 112. നമ്മളിങ്ങനെ ഇൻറ്റു ചെയ്യാം. 13 × 2 എന്ന് പറയുമ്പോൾ 26. ഓക്കെ, 14 × 5 70. നിങ്ങൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുക കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി ഇങ്ങനെ എഴുതിയിട്ട് ഏജ് ഇവിടെ എഴുതുക, എഫ് ഇവിടെ എഴുതുക, എന്നിട്ട് എഫ് എക്സ് ആദ്യം കാണുക. എഫ് എക്സ് ആദ്യം കാണുക എന്ന് പറയുമ്പോൾ 13 × 2 26, 14 × 5 70, 15 × 13 195, 16 × 7 112, 17 × 3 53. 51. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എഫ് എക്സ് കിട്ടി. എന്നിട്ട് നമ്മൾ ഈ എഫ് എക്സ് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യാം. എഫ് എക്സ് ടോട്ടൽ ചെയ്യുക എന്ന് പറയുമ്പോൾ 26 + 70 + 195 + 112 + 51. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 454 കിട്ടും. എഫും നമ്മൾ ടോട്ടൽ ചെയ്യുക. 2 + 5 + 13 + 7 + 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 30 കിട്ടും. ഈ എഫാണ് നമ്മളിവിടെ ആയിട്ട് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞതിൽ നമ്മൾ, അതായത് ഇൻഡിവിജ്വൽ സീരീസിൽ അരിത്തമെറ്റിക് മീൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ട് എടുക്കൽ എക്സ് എത്ര ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിൽ ആയിട്ട് എടുക്കൽ എഫിൻ്റെ ടോട്ടലാണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് എന്തായിട്ട് എടുക്കുക, ആയിട്ട് എടുക്കുക. അപ്പോൾ എഫ് ആദ്യം ടോട്ടൽ ചെയ്യുക. എഫ് 2 + 5 + 13 നമുക്ക് 30 കിട്ടി. അപ്പോൾ അവിടെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരൽ, ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 454 / 30 വരും. ഇവിടെ ഇതിനുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. ഇത് നമുക്കിങ്ങനെ ഇൻറ്റു ചെയ്യാൻ മാത്രമല്ലാണ്ട് ഇതിൻ്റെ ടോട്ടൽ കാണാൻ ഒരു ആവശ്യമില്ല. എഫിൻ്റെ ടോട്ടൽ മാത്രം, എഫിൻ്റെ ടോട്ടലാണ് ഇവിടെ ആയിട്ട് എടുക്കുക. മാറിപ്പോകരുത് കേട്ടോ. ഇൻഡിവിജ്വൽ സീരീസിൽ മാത്രമാണ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്, എക്സ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ആയിട്ട് എടുക്കൽ. പക്ഷേ ഡിസ്ക്രീറ്റ് സീരീസിൽ എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് ഇവിടെ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എഫ് എക്സ് കണ്ടപ്പോൾ നമുക്ക് 454 കിട്ടി. 454 / 30 വരും.
354 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 15.13 ഇയേഴ്സ്. ഇതാണ് എന്ത് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. എഫ് എക്സ് നമ്മൾ എങ്ങനെയാണ് കണ്ടേ? എഫ് ഇൻറ്റു എക്സ് നമ്മൾ, അതായത് എഫ് ഇൻറ്റു എക്സ് കണ്ടു. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പോൾ 454 കിട്ടി. ഇനി എങ്ങനെയാണ് കണ്ടത്? എഫിൻ്റെ ടോട്ടൽ ചെയ്തപ്പോൾ, എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 30 കിട്ടി. അപ്പോൾ 454 ഡിവൈഡഡ് ബൈ 30 ഈക്വൽ ടു 15.13. ഇതാണ് എന്ത് നമ്മളോട് അവർ കാണാൻ പറഞ്ഞ ഫൈൻഡ് മീൻ ഏജ്. ഓക്കെ, ആ ഏജിൻ്റെ മീന്. ഓക്കെ, അതാണ് 15.13 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു? ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും ഡിസ്കസ് ചെയ്തു.